ഗൈസ്, അപ്പോൾ ഞാൻ കുറേ നാൾക്ക് ശേഷമാണ് വീഡിയോ ചെയ്യുന്നതെന്ന് അറിയാം. അപ്പോൾ എന്തായാലും എനിക്ക് വെറും കൈയോടെ വരാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ നമ്മുടെ പി സിക്ക് വേണ്ടിയിട്ടുള്ള ഒരു കിടിലൻ FPS ആൻഡ് ഗെയിം ഫയലായിട്ടാണ് വന്നേക്കുന്നത്. സോ നിങ്ങൾക്ക് കാണാൻ സ്ക്രീനിൽ എനിക്ക് 400+ FPS ഒരു RP സെർവറിൽ കിട്ടുന്നുണ്ട്. സോ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഗെയിം ഫയലിനെ പറ്റി കൂടുതലായിട്ട് ഞാൻ പറഞ്ഞു തരുന്നതിന് മുന്നേയായിട്ട് എനിക്ക് ജസ്റ്റ് ഒരു മിനിറ്റ് സമയം തരാൻ എനിക്കൊരു കാര്യം പറയാനുണ്ട്. അതായത് ഗൈസ്, ഞാൻ എൻ്റെ സ്വന്തം സെർവറായിട്ടുള്ള മല്ലു ഹബ് റോൾ പ്ലേയിൽ കുറച്ച് നാൾക്ക് മുന്നേ ചെറുതായിട്ടൊന്ന് ഇനാക്റ്റീവ് ആയെങ്കിൽ ഇപ്പം ഞാൻ നല്ല രീതിയിൽ അത് ആക്റ്റീവാക്കി എടുത്തിട്ടുണ്ട്. അത്യാവശ്യം പ്ലേസ് കയറി കളിക്കുന്നുണ്ട്. സോ നിങ്ങൾ ആൾറെഡി ഇതുവരെ മല്ലു ഹബ് റോൾ പ്ലേ അതായത് MHRPയിൽ കളിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കയറി കളിച്ച് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് പറയാം. നിങ്ങൾക്ക് എന്തായാലും ഒരുപാട് 5M ഫീച്ചേഴ്സ് സെർവറിൽ കാണാൻ കഴിയും. ആൾസോ കറൻ്റ്ലി നമ്മുടെ സെർവറിൽ പെർമനൻറ്റ് ബാൻ മേടിച്ച് വയ്ക്കുന്ന എല്ലാവർക്കും നമ്മൾ അൺബാൻ ആക്കി കൊടുക്കുന്നുണ്ട്. അതായത് ഒരു നല്ലൊരു റീസണിൽ പെർമനൻറ്റ് ബാൻ മേടിച്ച് പോയ എല്ലാവരെയും നമ്മൾ അൺബാൻ ആക്കുന്നുണ്ട്. സോ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ബാൻ കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം കയറി അൺബാൻ ആക്കാൻ കഴിയും. ഒരു ടിക്കറ്റ് റേസ് ചെയ്താൽ മതി. ഓക്കെ ഗൈസ്, അപ്പോൾ ഈ ഒരു ഗെയിം ഫയൽ ഞാൻ കുറച്ച് മെനക്കെട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ അകത്ത് കുറച്ച് ലോ ആയിട്ടുള്ള ടെക്സ്റ്റ് പാക്കും അതേപോലെ ലോ എൻ്റെ PCയിലൊക്കെ അത്യാവശ്യം സ്മൂത്തായിട്ട് പോകുന്ന വെജിറ്റേഷൻ മോഡും പിന്നെ നമ്മുടെ കഴിഞ്ഞ ഡെവിൽ ഗ്രാഫിക്സ് എന്ന് പറയുന്ന ഗെയിം ഫയൽ HUD പാക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുകൊണ്ട് ആ ഒരു HUD പാക്കും ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറച്ച് മോഡ്സ് ആഡ് ചെയ്ത് വയ്ക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് FPSൻ്റെ കൂടെ തന്നെ അത്യാവശ്യം നല്ലൊരു RP എക്സ്പീരിയൻസ് ഈ ഗെയിം ഫയലിനകത്ത് നിന്ന് കിട്ടും. സോ അപ്പോൾ ഈ ഒരു ഗെയിം ഫയൽ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഡെവിൽ എന്ന് പറയുന്ന എൻ്റെ സ്വന്തം സെർവറിൻ്റെ ഒഫീഷ്യൽ സെർവറിൻ്റെ ബോട്ട് PC എന്ന് പറയുന്ന ഈ ഒരു ചാനലിനകത്ത് ഡെവിൽ GT എന്ന് പറയുന്ന ഒരു മീഡിയ ഫയർ ലിങ്ക് ഉണ്ടാകും. അപ്പോൾ ആ ഒരു ലിങ്ക് പോയിട്ട് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഇതേപോലെ ഏതെങ്കിലും ഒരു ഡിസ്കിലോട്ട് ആ ഗെയിം ഫയൽ ഒന്ന് എക്സ്ട്രാക്ട് ചെയ്തിടുക. എക്സ്ട്രാക്ട് ചെയ്തതിന് ശേഷം നമ്മുടെ സാം ലോഞ്ചർ ഓപ്പൺ ചെയ്ത് സെറ്റിങ്സിൻ്റെ അകത്ത് ഈ ഒരു ഗെയിം ഫയലിലോട്ട് ലൊക്കേഷൻ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്തായാലും നിങ്ങളിത് ഇൻസ്റ്റാൾ ചെയ്ത് കളിച്ച് നോക്കിയിട്ട് ഇതിൻ്റെ എക്സ്പീരിയൻസും ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ ഒന്ന് പറയുക. അതൊക്കെ അപ്പോൾ ഞാൻ ഒരു ഗ്രാഫിക്സ് ഗെയിം ഫയൽ സാമിൻ്റെ PC ഗ്രാഫിക്സ് ഗെയിം ഫയലും കൂടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇനി അടുത്ത ആ ഒരു വീഡിയോ വേണോ അതോ ഇനി ആൻഡ്രോയിഡ് ഡേറ്റയിൽ എങ്ങനെ നമുക്ക് എഡിറ്റ് ചെയ്യാൻ കാര്യങ്ങൾ മൊബൈലിൽ ഗെയിം ഫയലൊക്കെ എങ്ങനെ എഡിറ്റ് ചെയ്യാൻ കാര്യങ്ങളെന്നൊക്കെ ഉള്ളതിൻ്റെ ഒരു വീഡിയോ വേണമെന്നുള്ളത് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് മൊബൈൽ അല്ലെങ്കിൽ PC എന്ന് പറഞ്ഞ് ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി. സോ അപ്പം ഗൈസ്, എന്തായാലും നിങ്ങൾ നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്തായാലും വന്ന് പറയുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.